കാണുന്നില്ല. ഇനിയിപ്പോ ഇന്നലത്തെ പോലെ എങ്ങാനും മുങ്ങോ? ആ വരുന്നുണ്ട്. നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ ഒരു കാര്യത്തിന് പോയത്. അല്ല, എന്താ മുഖത്തിനൊരു തെളിച്ചല്ലാത്ത? ഒന്നുമില്ല. ഒന്നും കിട്ടിയില്ല അല്ലേ? അതാണ് നീ നേരത്തെ ചോദിച്ചതിന്റെ ഉത്തരം. ഒന്നും കിട്ടിയില്ല. അതന്നെ. എന്റെ പഠിച്ച തമ്പുരാനെ, ആ ബജാജിന്റെ ചെക്കനോട് ഞാൻ എന്താ പറയാ? ഇന്നലെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞിട്ട് ആ ചെക്ക ഇന്നലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഈ ഒരു കാര്യം ചെയ്യും, ഇന്നും വരുന്ന സമയത്തെ അതുപോലെ ഈ തരത്തിലോ ആ തരത്തിലോ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് റെഡിയാക്ക്. നാളെ നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം. നിങ്ങളിങ്ങനെ ലോട്ടറിക്കാരെ പോലെ നാളെ പറഞ്ഞ് നടന്നോളി. നിങ്ങളെ കൂടെ ഉള്ളതല്ലേ ആ റഷീദും മുനീറും വിനോദൊക്കെ. ഒരൊക്കെ നില എന്താ? നിങ്ങളെ നില എന്താ? നിലം പതിച്ച്. എടി, അവരല്ല ഏത് മാർഗത്തിലൂടെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയോ? ഏത് മാർഗത്തിലൂടെ ആയാലും എന്താ, നമുക്ക് പൈസ ഉണ്ടാക്കിയ പോരെ? പോരാ, അവിടെയാണ് നിനക്ക് തെറ്റിയത്. ഈ റഷീദ് കാണുന്നവർക്കൊക്കെ വെള്ളയിട്ട് ഒരു നീറ്റ് മനുഷ്യൻ. കാര്യം റിയൽ എസ്റ്റേറ്റ് ഒക്കെയാണ് അവൻ്റെ പരിപാടി. പക്ഷേ അവൻ ഇതൊക്കെ ഉണ്ടാക്കിയത് പാവങ്ങളുടെ സ്വത്ത് കട്ടെടുത്തിട്ടാണ്. കള്ളരേഖകൾ ഉണ്ടാക്കിയിട്ടാണ് അവൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. അവകാശമില്ലാത്തത് കൈക്കലാക്കൽ. ആരെങ്കിലും ഒരു പടിയോളം ഭൂമി പോലും അന്യായമായി കൈവശപ്പെടുത്തിയെങ്കിൽ അവനെ കിയാമത്ത് നാളിൽ 7 ഭൂമികളുടെ ഭാരത്തോടെ ചുറ്റിപ്പിടിക്കും. പിന്നെ നീ പറഞ്ഞതുപോലെ മുനീർ ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കി നാട്ടിലെത്തിയതാ. പക്ഷേ ഗൾഫിൽ അവൻ എന്തായിരുന്നു പരിപാടി എന്ന് നിനക്കറിയോ? കാണുന്നവർക്ക് അവന് കള്ളുകൂടിയില്ല, വീട് വലിയില്ല, ഒരു നല്ല നീറ്റ് മനുഷ്യൻ അല്ലേ? പക്ഷെ അവൻ ഈ കാണുന്ന സ്വത്തെല്ലാം ഉണ്ടാക്കിയത് ഗൾഫിൽ കള്ള് കച്ചവടം നടത്തിയിട്ടാ. ഗൾഫിൽ പൈസ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാർഗ കള്ള് കച്ചവടം. അവനങ്ങനെ കള്ള് വിറ്റ് ഒരുപാട് സമ്പാദിച്ചു. നാട്ടിൽ വന്ന് നിനക്കറിയോ, ഇവിടെയെല്ലാം മൊണാർക്ക് ബാറില്ലേ, അത് മുനീറിൻ്റെതാ. ലൈസൻസ് ഒക്കെ മറ്റുള്ള ആളുടെ പേരിലാന്നേ ഉള്ളൂ. അത് മുനീറിന്റെ ബാറാ? അല്ലാഹു മദ്യത്തെയും അത് കുടിക്കുന്നവനെയും കൊടുക്കുന്നവനെയും വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും നിർമ്മിക്കുന്നവനെയും ചുമക്കുന്നവനെയും അത് എത്തിച്ചു കൊടുക്കുന്നവനെയും ശപിച്ചിരിക്കുന്നു. അതായത് മദ്യം കുടിക്കുന്നവൻ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട സമ്പാദ്യവും ഹറാമാണ്. പിന്നെ വിനോദിനെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ, കൊള്ള പലിശ കൊടുത്തിട്ടാണ് അവൻ ഈ നിലയിലെത്തിയത്. വ്യാജം കഴിക്കുന്നവനെയും കൊടുക്കുന്നവനെയും എഴുതുന്നവനെയും സാക്ഷികളെയും അല്ലാഹുവിൻ്റെ ദൂതൻ ശപിച്ചു. അവർ എല്ലാവരും ഒരുപോലെയാണ്. ഉദാഹരണം പലിശ. നീ പറഞ്ഞു വരുന്നത് ഞാനും അതുപോലെ പലിശ കൊടുത്ത് സമ്പാദിക്കണം എന്നാണോ? അതല്ല. എന്നാലേ എൻ്റെ മോള് പോയിട്ട് ഇക്കാക്ക് ഒരു കട്ടനിട്ടെ. ശരി. ആ പിന്നെ മുഹമ്മദ്ക്ക വിളിച്ചിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന ഷാർജയിലല്ലേ, മൂപ്പരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് പേപ്പർ പെട്ടെന്ന് തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലവർക്ക് അതോ ശരിയാവുള്ളൂടാ. ചിലർ നാട്ടിൽ എന്ത് കച്ചവടം നടത്തിയാലും അത് ക്ലച്ച് പിടിക്കില്ല. എനിക്ക് ഗൾഫ് തന്നെയാണ് നല്ലത്. നിങ്ങൾ പേടിക്കണ്ട, ശരിയാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നൽകിയതിൽ സംതൃപ്തി അടയുക, എങ്കിൽ നീ ഏറ്റവും വലിയ ധനികനാകും എന്ന പ്രവാചക വചനം.